2 മാസങ്ങൾക്കിടയിൽ 3 ബില്ലുകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു. ഒന്ന് വനം ഭേദഗതി നിയമം, വന്യജീവി ഭേദഗതി നിയമം, അതുപോലെ തന്നെ ഭൂപതിവ് ചട്ടങ്ങൾ. ഈ 3 നിയമങ്ങളും പതിറ്റാണ്ടുകളായി കർഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ ഈ 3 നിയമങ്ങളും നടപ്പിലാക്കുമ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഭാരതീയ ജനതാ പാർട്ടി സംശയത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അത് പറയാതെ പോകാൻ കഴിയില്ല. കൃത്യം 2 മാസം മാത്രം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുമ്പോൾ 8 മാസത്തിൽ താഴെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുമ്പോഴാണോ പിണറായി വിജയന് മലയോര കാർഷിക മേഖലയോട് സ്നേഹം തോന്നുന്നത്? എടുത്തു പറയേണ്ട ഒരു വിഷയം, കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 1000-ലധികം ആളുകൾ കേരള സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. അന്നെല്ലാം പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേന്ദ്ര നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഇപ്പം എവിടുന്നാണ് പിണറായി വിജയൻ ഈ നിയമം ഉണ്ടായത്? കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി, ഇത് കൺകറന്റ് ലിസ്റ്റാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമങ്ങളുണ്ടാക്കാം. ആ കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായൊരു നിയമം നിർമ്മിക്കപ്പെട്ടാൽ സെക്ഷൻ ആർട്ടിക്കിൾ 254 അനുസരിച്ച് സെൻട്രൽ ആക്ടിനാണ് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സെക്ഷൻ, നിങ്ങൾ ഫോറസ്റ്റ് ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, അതിൽ സെക്ഷൻ 11(1)A നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇപ്പോൾ ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അധികാരങ്ങളും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കൊടുത്തിട്ടുള്ള എല്ലാ കത്തുകൾക്കും കൃത്യമായി ഈ നിയമപ്രകാരം നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ തടസ്സമില്ല എന്ന് കേന്ദ്ര സർക്കാർ കത്തെഴുതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറയേണ്ട, ബഹുമാനപ്പെട്ട ഇപ്പോൾ ഷൈജനം പറഞ്ഞ പോലെ ഇടുക്കി നമ്മുടെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ കത്തുകൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള മറുപടികൾ, ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നേരെ മറിച്ച് സെക്ഷൻ 11(2) സെൽഫ് ഡിഫൻസിന് വേണ്ടി ആർക്കും ഏത് മൃഗത്തെയും കൊല്ലാം. അങ്ങനെ സെൽഫ് ഡിഫൻസിന് വേണ്ടി കൊല്ലുന്ന വിഷയങ്ങളിൽ കേസെടുക്കില്ല എന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്താൽ മതി. വളരെ നിസ്സാരമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് ഈ ബില്ലിനകത്തില്ല. വന്യമൃഗങ്ങളെ, ഇപ്പം പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് ഡെലിഗേറ്റഡ് പവർ അല്ലെങ്കിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ അധികാരം ഉപയോഗപ്പെടുന്നുണ്ടോ? ഇത് പ്രായോഗികമായി നടപ്പിലാകുന്നുണ്ടോ?